ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ വളരെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒരു ഓപ്പറേഷനാണ്. അതായത് നമുക്കൊരു കോളം റോയൊക്കെ ആഡ് ചെയ്യണേലും ഡിലീറ്റ് ചെയ്യണേലും ഹൈഡ് ചെയ്യണേലും അൺഹൈഡ് ചെയ്യണേലും പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു ഷീറ്റാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് കുറേ നെയിമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സബ്ജക്റ്റിൻ്റെ മാർക്കുണ്ട്. ഇപ്പോൾ ഈ ഷീറ്റിലേക്ക് എനിക്കൊരു പുതിയ സ്റ്റുഡൻറ്റിനെയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സുരേഷിന് ശേഷം ഒരു പുതിയ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും, അപ്പം ആഡ് ചെയ്യേണ്ടത് നമുക്കിനി ഒരു റോയാണ്. അപ്പം നമ്മൾ ഈ 1 2 3 4 എന്നുള്ള റോയിൽ വരുന്നു. റോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻസേർട്ട് എന്നുണ്ട്. ഇവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഒരു പുതിയ റോ ആഡായി. ഇനി ഞാനിപ്പോൾ കൺട്രോൾ Z അടിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അല്ല, കുറേ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 4 സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 3 4 സെൽ ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 സ്റ്റുഡൻറ്റിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ആ 4 സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ബീനെ കഴിഞ്ഞ് തുടങ്ങും. ഇനി ആ 4 സ്റ്റുഡൻറ്റ് ആഡ് ചെയ്യേണ്ടത് ജിമ്മിക്ക് താഴെയാണെങ്കിൽ ഇവിടുന്ന് 4 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് കിട്ടും. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇൻസേർഷൻ നടത്താൻ പറ്റും, നമുക്കൊരു റോ ആഡ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ആപ്ലിക്കബിൾ ആണ് ഇപ്പോൾ നമുക്ക് കോളത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കെമിസ്ട്രി കഴിഞ്ഞ് ഒരു കോളം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ കെമിസ്ട്രിക്ക് ശേഷം വരിക, ഇൻസേർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ കോളം ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇതുപോലെ സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റും, ഒരു വാല്യൂ കൊടുക്കാൻ. ഞാനിപ്പോൾ 78 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. ഇത് കണ്ടോ, എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോളം ആഡ് ചെയ്യാനും റോ ആഡ് ചെയ്യാനും നമുക്ക് പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഞാൻ കൺട്രോൾ Z അടിച്ച് തിരിച്ചു വന്നു. എനിക്കൊരു കോളത്തെയോ റോയോ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു കോളം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ പ്രിൻ്റ് എടുക്കുമ്പം എനിക്ക് ആ പ്രിൻ്റ് ഔട്ടിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ കോളത്തെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ഈ ഫുൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇതെവിടെ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പം സംഭവിച്ചതുണ്ടോ, നമുക്കിവിടെ ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ABCD അത് കഴിഞ്ഞ് F ആണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളുടെ മൗസിൻ്റെ കേഴ്സർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന 2 ആരോയും വരും. അതിവിടെ നിങ്ങൾക്ക് വരും. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ സോളിഡാണ് അതിൻ്റെ മിഡ് ഭാഗം നോക്കിയാൽ. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിലാകും ഇവിടെ എന്തോ ഒന്ന് മിസ്സിങ് ആണെന്ന്. നിങ്ങളിവിടെ മൗസ് ഹോൾഡ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹൈഡ് ചെയ്ത ഭാഗം കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ കൺട്രോൾ Z അടിക്കുകയാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഭാഗം അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ Dയും Fഉം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അൺഹൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഈ കോളം തിരിച്ച് കിട്ടും. അപ്പം ചിലപ്പം നമ്മൾ ഇതുപോലെ ചില ഭാഗങ്ങൾ ഹൈഡ് ചെയ്യും. ഓക്കെ, ഹൈഡ് ചെയ്തു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആർക്കും ഇത് നോക്കിയാൽ മനസ്സിലാവും ABCD E കഴിഞ്ഞ് F ആണ്. അപ്പോൾ എന്തോ മിസ്സിംഗ് ഉണ്ട്, എന്തോ ഈ ഷീറ്റിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അത് ആളുകളെ അറിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് അറിയിക്കാതിരിക്കാം. പക്ഷേ അതിലുള്ള ഒരു മെത്തേഡ് മാത്രം ഇപ്പോൾ സിമ്പിളായിട്ട് കാണിക്കാം. ഇവിടെ വ്യൂ ടാബിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടോ ഹെഡിങ്സ് ഉണ്ട്. ഈ ഹെഡിങ്സ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ പേരുകൾ മിസ്സിംഗ് ആയി. സിമ്പിളായിട്ടുള്ള ഒറ്റ അപ്പിയറൻസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഹൈഡായിട്ടെന്നുള്ളതിൻ്റെ എവിഡൻസ് ഇല്ല. ഇനി അതല്ല, മറ്റു രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പാസ്വേഡ് പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ പഠിക്കും. അപ്പം ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി, അൺഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലായി. നമ്മൾ കോളത്തിലാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്, സെയിം തന്നെ റോയിലും ആപ്ലിക്കബിളാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് മൾട്ടിപ്പിൾ കോളം ഒരുമിച്ച് ഹൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മൾട്ടിപ്പിൾ കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഹൈഡ് അടിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോളം നമുക്ക് സെലക്ട് ചെയ്യാം. അൺഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്യുക, അതിനുശേഷം അൺഹൈഡ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വിസിബിൾ ആവും. ഇനി ചിലപ്പോൾ നമുക്ക് ഹൈഡ് അല്ലായിരിക്കും വേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിലും ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഞാൻ കൺട്രോൾ Z അടിക്കുകയാണ്. ഇത് നമുക്ക് റോയുടെ കാര്യത്തിലും ബാധകമാണ്. ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ റോയ് മിസ്സിങ് ആവും. ഇനി നമുക്ക് റോയും കോളവും ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയുടെ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ Dക്ക് തൊട്ട് മുമ്പ് നമുക്കൊരു കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ D എന്ന് പറയുന്ന ഈ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+Shift+ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പുതിയൊരു കോളം ആഡായി. ഇനി അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl- ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവും. റോയുടെ കാര്യത്തിൽ ഇത് ബാധകമാണ്.
നമ്മൾ Ctrl+Shift+ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോ പുതിയതായിട്ട് ആഡാവും. Ctrl- പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഇനി ഒരു സംഗതിയും കൂടെ ഉള്ളത്, നമ്മൾക്ക് ഈ കോളം വിഡ്ത്തും അതുപോലെ തന്നെ റോയിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു സംഗതി മാത്രം കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ ഈ 3 കോളങ്ങളുടെ വിഡ്ത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളം വിഡ്ത്തിൽ കാണാൻ പറ്റും. 6.8.43 ആണ്. ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഞാൻ 9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളങ്ങളുടെയും വിഡ്ത്ത് ഒരുപോലെ ഇൻക്രീസ് ആയി. ഇനി ഈസി മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ഈ 3 കോളം സെലക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കോളത്തിൽ നിങ്ങൾ വന്നതിന് ശേഷം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ സെലക്ട് ചെയ്ത 3 കോളത്തിൻ്റെയും സൈസ് ഒരുപോലെ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും ഒരു ഈസി മെത്തേഡാണ്.